ആ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന അഴിമതികൾ, ഈ അഴിമതികൾ കൃത്യമായിട്ട് അന്വേഷിക്കണം. ബ്ലോക്ക് പഞ്ചായത്തില് ഇപ്പോഴും നടന്നുകൊണ്ട് പോരുന്ന അഴിമതികളുണ്ട്. കാരണം വ്യവസായ എസ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ട് കോടിക്കണക്കിന് റുപ്യ കൊല്ലക്കണക്കിനായിട്ട് കുഴിച്ചു മൂടി കിടക്കുക. ഇപ്പോഴും ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കൊല്ലം ഫണ്ട് വെച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ. അപ്പോ നമ്മളെ പൊതു സ്വത്ത് ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ഈ അഴിമതിക്കാരായ ആളുകൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മേഖലയായിട്ട് മാത്രം മാറിയിട്ടാണ്. അപ്പൊ അതിനെതിരെ കൃത്യമായ അന്വേഷണം നടത്തണം. എനിക്ക് കാളികാവ് പോലീസിനോട് പറയാനുള്ളത് എന്താ വെച്ചാല്, എന്നെ മർദ്ദിച്ച കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി നടപടി ഉണ്ടാവണം. അതേപോലെ തന്നെ ഞാൻ ആ ഓഫീസിലേക്ക് കയറിയിട്ടില്ല, തൊഴിലുറപ്പ് ഓഫീസിലേക്ക് കയറാതെ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ആ തിരക്കഥയിൽ ഉണ്ടാക്കിയ കേസ്, അത് കൃത്യമായ അന്വേഷണം നടത്തി ഇല്ലാത്ത കേസാണ്. ആ ഇല്ലാത്ത കേസ് എന്റെ പേരിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നും ആണ് എനിക്ക് പറയാനുള്ളത്. നിലവിൽ ഈ വിഷയമായിട്ട്, ഈ തൊഴിലുറപ്പ് തൊഴിലാളി വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിവിധ വകുപ്പുകളിലേക്ക്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിലേക്ക്, കേന്ദ്ര ഗവൺമെന്റിലേക്ക് വരെ പരാതികൾ അയച്ചിട്ടുണ്ട്. അതിന്റെ ഓരോ നടപടിക്രമങ്ങളും നടന്നുകൊണ്ട് കൂടിയാണ്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ കാളികാവിലെ പൊതുസമൂഹത്തിന് മനസ്സിലാവും ആരാണ് തെറ്റ്, ആരാണ് ശരി. ജോജി കെ അലക്സ് എന്ന ആള് നാവ് കൊണ്ട് ചെയ്യുന്ന ദ്രോഹം അത് നിർത്തിയില്ലെങ്കിൽ കാളികാവിലെ കോൺഗ്രസിന് തന്നെയാണ് അപമാനം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളത്.